ഏഷ്യാ കപ്പിലെ ഇന്ത്യ പാക് മത്സരത്തിനെതിരെ വിമർശനവുമായി പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകളായവരുടെ കുടുംബങ്ങൾ. മത്സരം അസ്വസ്ഥമാക്കുന്നതെന്ന് അച്ഛനെയും സഹോദരനെയും നഷ്ടപ്പെട്ട സാവൻ പർമാർ. മത്സരം രാജ്യം ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കണമെന്ന് ഭർത്താവിനെ നഷ്ടമായ ഐഷാന്യ ദ്വിവേദി. വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നു. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, മത്സരം നടക്കുന്നത് ദുബായിലാണെങ്കിലും ഇന്ത്യയിൽ വലിയ രീതിയിൽ അത് വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. മത്സരത്തിലേക്ക് ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏഷ്യാ കപ്പിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന പ്രതികരണങ്ങൾ? സുജയ, ഏഷ്യാ കപ്പ് മത്സരം ഇന്നിപ്പോൾ നടക്കാൻ പോകുമ്പോഴും വലിയ വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെഹൽഗാമിൽ ഭീകര ആക്രമണത്തിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളാണ്. അവർ ഇതിൽ പറയുന്നത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അവർക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം എന്തിനാണ് എന്ന ചോദ്യമാണ് പല കുടുംബങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും പ്രത്യേകിച്ച് അച്ഛനെയും സഹോദരനെയും നഷ്ടപ്പെട്ട സാവൻ പവാർ ഇതിൽ വ്യക്തമാക്കുന്നത് ഇതിൽ അത്തരത്തിൽ സ്വന്തം അച്ഛനെയും സഹോദരി നഷ്ടമായി അതൊക്കെ വലിയ അസ്വസ്ഥമാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഐഷ ദ്വിവേദി വ്യക്തമാക്കുന്നത് രാജ്യം ഒറ്റക്കെട്ടായി ഈ ക്രിക്കറ്റ് മത്സരത്തെ ബഹിഷ്കരിക്കണം എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ഉദ്ധവ് പക്ഷ, ശിവസേന, NCP അടക്കമുള്ള പാർട്ടികളൊക്കെ ഇതിൽ സമാനമായ പ്രതികരണങ്ങൾ നടത്തുന്നത്. നമുക്ക് ഇവിടെ CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ ജസ്റ്റ് ചോദിച്ചു നോക്കാം. സാർ, ഈ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെഹൽഗാം ആക്രമണത്തിൽ മരിച്ച ആളുകളുടെ കുടുംബങ്ങളൊക്കെ അതിൽ വലിയ തരത്തിലുള്ള ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഇത് താങ്കളുടെ? പിന്നെ പാർട്ടി ചർച്ച ചെയ്തൊരു വിഷയമല്ല ഇത്. സ്പോർട്സിനെ സ്പോർട്സായിട്ട് കാണാൻ കഴിയണം. അതേസമയം അത്യസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പം അതിനെങ്ങനെ നേരിടണം എന്നുള്ളത് സ്പോർട്സ് അസോസിയേഷൻ്റെ ആളുകളും ഗവൺമെൻറ്റും ചർച്ച ചെയ്ത് വികാരം കത്തിക്കാതെ സമചിത്തതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കണം. ഈ PCCയുടെ തലപ്പത്ത് അമിത്ഷായുടെ മകനൊക്കെ ഇരിക്കുന്ന അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നു. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ആ സമയത്തൊക്കെ ഈ മത്സരം നടക്കുന്നതിനെയൊക്കെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അല്ല, അത് ഈ മോഡിയുടെ ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണെന്നുള്ള നിലയിലുള്ള നിലപാടുകൾ അതിനെ CPIM വിമർശിച്ചിട്ടുണ്ട്. എസ്കലേഷനാണ്. ഈ ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളുമായും നല്ല ബന്ധമാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ താല്പര്യങ്ങൾ ബലികഴിക്കാതെ എല്ലാ അയൽ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയണം. പഹൽഗാം ആക്രമണത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പരിക്കേറ്റിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ച് ചർച്ച ചെയ്ത് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ അന്വേഷിക്കേണ്ടതുണ്ട്. അല്ല, അത് ആലോചിച്ച് ക്രിക്കറ്റ് അസോസിയേഷനും ഗവൺമെൻറ്റും ഒക്കെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. എന്താണെങ്കിലും CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത്. ശിവസേന, ഉദ്ധവ് പക്ഷം, NCP അടക്കമുള്ള പാർട്ടികളൊപ്പം ആം ആദ്മി പാർട്ടിയൊക്കെ ഈ വിഷയത്തിൽ വലിയ വിമർശനമാണ് സുജയ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ആം ആദ്മി നേതാക്കൾ ഇവിടെ കോലം കത്തിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് മഹാരാഷ്ട്രയിലാണെങ്കിൽ ശിവസേന, ഉദ്ധവ് പക്ഷം പ്രധാനമന്ത്രിക്ക്, പ്രത്യേകിച്ച് അവരുടെ വനിതാ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് സിന്ദൂരം തപാൽ മുഖേന അയക്കുന്ന ഒരു പ്രതിഷേധമുണ്ട്. അതോടൊപ്പം NCPയും പല പ്രതിഷേധങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇന്ത്യ പാക് മത്സരം എന്താണെങ്കിലും ഇന്നിപ്പോൾ ദുബായിൽ നടക്കാനിരിക്കുകയാണെങ്കിലും രാഷ്ട്രീയ വിവാദം കൊഴുക്കാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഒരു വശത്ത് പ്രധാനമായും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, രക്തവും അതോടൊപ്പം തന്നെ വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നൊക്കെ വലിയ പ്രസ്താവനകൾ നടത്തിയതിന് പിന്നാലെയും പാകിസ്ഥാനുമായി സഹകരിച്ചൊരു ക്രിക്കറ്റ് മത്സരം എന്തിന് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. പക്ഷേ അതിൻ്റെതായ രീതിക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന അഭിപ്രായമുള്ള CPM പോലുള്ള പാർട്ടികളും ഉണ്ട്. എന്നാണെങ്കിലും നിലവിൽ ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ പെഹൽഗാമിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് വലിയ വിഷമം ഇതുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. സുജയ, ഓക്കെ, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. അപ്പോൾ നമുക്ക് ഇനി മത്സരം എന്താകും എന്നതുകൂടി അറിയണ്ടേ? കളി എന്തായാലും നടക്കണമല്ലോ. സ്പോർട്സിൽ എന്ത് രാഷ്ട്രീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കുന്ന രാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയം അത് കായിക മേഖലയിലും വരുന്നത് നമ്മൾ കുറച്ച് കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കായിക മത്സരത്തിൽ